നമസ്കാരം. നമസ്തേ. മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഇന്ത്യയുടെ DRDO വികസിപ്പിച്ചെടുത്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന് ചെറിയ ദൂരപരിധി മാത്രമുള്ള ഒരു മിസൈലാണിത്. പക്ഷേ ഇന്ത്യ ഇത്തരത്തിലുള്ള മിസൈലുകളാണ് വീണ്ടും ഉണ്ടാക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇത് ഈ പറഞ്ഞ പോലെ ആധുനിക യുദ്ധലോകത്ത് എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത്. കാരണം നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഗൈഡഡ് മിസൈലുകൾ നമുക്കുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ചെറിയ ലോങ് റേഞ്ചിലുള്ള മിസൈലുകൾ പരീക്ഷിച്ച് നോക്കുന്നത്? അത് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ MPATGM എന്ന തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ടാങ്ക് വേധ, അതായത് ടാങ്കുകളെ നശിപ്പിക്കുന്ന മിസൈല് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് മാറുകയാണ്. അപ്പോ ഇത് 4 കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ആധുനിക യുദ്ധങ്ങളിൽ, അതായത് കാലാൽപ്പട ഇൻഫാൻട്രി ഇറങ്ങി ഉള്ള യുദ്ധത്തില്, അതുപോലെ ടാങ്ക് യുദ്ധം, ഈ രണ്ട് യുദ്ധമാണ് ഒരു രാജ്യം വേറൊരു രാജ്യത്തെ യഥാർത്ഥത്തിൽ കീഴ്പ്പെടുത്തുന്നത്. മറ്റാകാശ യുദ്ധത്തിലൊക്കെ ചില ലക്ഷ്യസ്ഥാനങ്ങൾ നശിപ്പിക്കാമെന്നുള്ളതല്ലാതെ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു മറ്റൊരു രാജ്യത്ത് കയറി അവരുടെ ഒരു സ്ഥലം പിടിച്ചെടുക്കണമെങ്കിൽ ഇപ്പോഴും ടാങ്ക് സൈന്യമോ ഇൻഫാൻട്രിയോ മുന്നോട്ട് പോകാതെ പറ്റില്ല. അതിന് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ആയുധമാണ് ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്ന് പറയുന്നത്. ഇത് വെറും 25 കിലോ മാത്രം ഭാരം വരുന്ന ഈ മിസൈല് ഒരു സൈനികന് തന്റെ തോളിൽ തൂക്കിയിട്ടുകൊണ്ട് പോവാം. അതിന്റെ സ്റ്റാൻഡ് ട്രൈപോഡ് പോലുള്ള ഉറപ്പിച്ചു വെച്ചിട്ട് അതിൽ നിന്നാണ് ഇത് വിക്ഷേപണം നടത്തുന്നത്. ഇത് ഷോൾഡറിൽ നിന്ന് ഫയർ ചെയ്യുകയും ചെയ്യാം. അതായത് ഈ ഒരു മിസൈല് യുദ്ധങ്ങളെ തന്നെ മാറ്റിമറിച്ച ചരിത്രമുണ്ട്. അഫ്ഗാനിസ്ഥാനില് ഈ പഴയ കാലത്ത് ഇത്രയൊന്നും അന്ന് ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾക്ക് ഇത്ര ആധുനികതയൊന്നും ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ പോലും അമേരിക്കൻ സൈന്യത്തിനെതിരെ അഫ്ഗാനിസ്ഥാനില്, അല്ല, അമേരിക്കൻ സൈന്യത്തിനല്ല, അതിനു മുമ്പ് റഷ്യൻ സൈന്യത്തിനെതിരെ അമേരിക്കയുടെ ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ചിട്ട് അഫ്ഗാൻ മുജാഹിദുകൾ പോരാടിയിട്ടുണ്ട്. അപ്പോ ഇതൊരു അർബൻ വാർഫെയറിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് നഗരങ്ങളിലായിരിക്കും പലപ്പോഴും ഒരു രാജ്യം നമ്മൾ പിടിച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ സൈന്യം, ഉദാഹരണത്തിന് ലാഹോർ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രം അകലെയാണ്. അതായത് വാഗാ ബോർഡർ കഴിഞ്ഞിട്ട് 25 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ലാഹോറാണ്. ഈ ലാഹോറിലേക്ക് ഇന്ത്യൻ സൈന്യം കിടക്കുന്നു എന്ന് വിചാരിക്കുക. പാകിസ്ഥാൻ സൈന്യം അവരുടെ കൈവശമുള്ള ഏറ്റവും ബെസ്റ്റ് ടാങ്കുകളുമായിട്ടായിരിക്കും ഈ ഇൻഫാൻട്രിയെ നേരിടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ ഇൻഫാൻട്രിക്ക് എയർ സപ്പോർട്ട് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് പുറകിൽ നിന്നും പീരങ്കിയുടെ കവർ ഫയർ ഉണ്ടാവും. അതൊക്കെ നടക്കുമ്പോഴും ഈ ഇൻഫാൻട്രി, അതായത് കാലാൾപ്പടയിലെ ആൾക്കാരുടെ കൈവശം ഇത്തരം മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ വരുന്ന ടാങ്കുകളെ അവർക്ക് ഇതുകൊണ്ട് നശിപ്പിക്കാൻ പറ്റും. ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ആധുനിക യുദ്ധങ്ങൾ പലതും അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുന്ന ഒരു വലിയ ശക്തിയും ഒരു ചെറിയ ശക്തി. ഈ ചെറിയ ശക്തി വലിയ ശക്തിയെ നിലനിൽക്കുന്നത് പലപ്പോഴും അതിനൊരു വലിയ സഹായകരമായ ഒരു ആയുധമാണ് മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഇന്ത്യ ഇതിന് MPATGM എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത് തൽക്കാലം. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള മിസൈലാണ് ജാവലിൻ. ആ ജാവലിൻ മിസൈല് ഇപ്പോ യുക്രൈൻ യുദ്ധത്തിൽ വളരെ വിജയകരമായിട്ട് റഷ്യക്കെതിരെ യുക്രൈൻ ഉപയോഗിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ടാങ്ക് സൈന്യം ഉള്ള രാജ്യം റഷ്യ. ആ റഷ്യൻ ടാങ്കുകളുടെ മുന്നേറ്റത്തെ ഡോൺബാസിലൊക്കെ തടുത്തു നിർത്തിയത് ഒന്ന് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം. രണ്ടാമത്തേതാണ് ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. പിന്നെ ഇസ്രായേലിന്റെ സ്പൈക്ക്, ഇന്ത്യ ഇപ്പോൾ സാധാരണയായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ഇസ്രായേൽ നിർമ്മിതമായ സ്പൈക്ക് മിസൈലുകളാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന മിസൈലിന്റെ ഇരട്ടിയിലധികം തുക വേണം ഇസ്രായേലിന്റെ ഒരു മിസൈൽ വാങ്ങിക്കണം.
അപ്പോ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഈ മിസൈലിന് വളരെ ചെലവ് കുറവാണ്. അതുപോലെ തന്നെ ഒരു തരത്തിൽ ഇതിന് അമേരിക്കൻ മിസൈലിനെക്കാളും ചില കാര്യത്തിൽ ഇത് മെച്ചവുമാണെന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ സീക്കറുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് ഇത് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് കൊള്ളാനുള്ള ശേഷിയാണ്. ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നേരെ പോയിട്ടല്ല ടാങ്കുകളിൽ ഇടിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും, ഭൂമിയിൽ നിന്ന് ഒരു മിസൈൽ വിടുന്നു, അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരല്പം ചരിവൊക്കെ ഉണ്ടാവാം, ഒരു അമ്പ് പോകുന്നത് പോലെ പോയിട്ട് എതിരാളിയുടെ അല്ലെ ഒരു വെടിയുണ്ട പോകുന്ന പോലെ, അല്ലെ ഒരു പീരങ്കി ഷെല്ലിന് വ്യത്യാസമുണ്ട്. ഈ നേരെ പോയിട്ട് ഇടിക്കുകയല്ല ഇത് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് ഒരു ബലിസ്റ്റിക് മിസൈൽ പോകുന്ന പോലാണ് പോകുന്നത്. അതായത് ലോഫ്റ്റഡ് ലോഞ്ച് ആണ് ഇത് നടത്തുന്നത്, മുകളിലേക്ക് ഒരു ആംഗിളിൽ. അങ്ങനെ മുകളിലേക്ക് പോകുന്ന ഈ മിസൈൽ ഒരു ആംഗിളിൽ പോയിട്ട് ഈ ടാങ്കിന്റെ മുകളിൽ ഭാഗത്ത് ചെന്നിട്ട് ഇത് താഴോട്ട് വന്ന് കുത്തനെ വന്ന് ഇടിച്ചത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ടാങ്കുകളുടെ മുകൾ ഭാഗം ദുർബലമാണ്. ടാങ്കുകളുടെ വശങ്ങളിൽ ശക്തമായ കവചങ്ങളുണ്ട്, ആർമറുണ്ട്. അപ്പൊ ഈ ആർമർ വീക്കാണ് ഇതിന്റെ ടോപ്പിൽ. കാരണം ഈ ടോപ്പിലാണ് റഡാർ ഉള്ളത്, ടാങ്കിന്റെ ഗണ്ണർ ഇരിക്കുന്നത്, ഡ്രൈവർ ഇരിക്കുന്നത്, അവരുടെ ഒക്കെ ക്യാബിനൊക്കെ അവിടെയാണ്. അപ്പൊ ആ ക്യാബിനൊക്കെ ഇരിക്കുന്നിടം താരതമ്യേന ദുർബലമാണ്. പക്ഷെ വശങ്ങളിൽ അതല്ല, വലിയ കട്ടിയുള്ള ആർമറുണ്ട്. അത് കാരണം അത് ആർമർ ഭേദിച്ച് വെളിയിലിറങ്ങുന്ന അത്ര എളുപ്പമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്ത്യയുടെ ഈ ആന്റി ടാങ്ക് ATAGM എന്ന ഈ മിസൈൽ ഇതിന് രണ്ട് രീതിയിലും അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിന് സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജാവലിനൊക്കെ മുകളിൽ നിന്ന് വന്ന് താഴെ പിടിച്ചിറങ്ങുന്നതാണ്. പക്ഷെ ഇന്ത്യയുടെ മിസൈലിന് അതൊരു അമ്പ് പോലെ സ്ട്രെയിറ്റ് പോയി കൊള്ളാനും പറ്റും, അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇടിച്ചിറങ്ങാനും പറ്റും. അതായത് ഇത് ഒരുമാതിരി ഒരു ലോയിറ്ററിംഗ് ഡ്രോൺ പോലെ, ഒരു സൂയിസൈഡൽ ഡ്രോൺ പോലെ, അല്ല അതിന് വേറൊരു പേരാണ് കാമിക്കാസി ഡ്രോൺ. ഒരു കാമിക്കാസി ഡ്രോൺ പോലെ പോയിട്ട് ഇത് പലപ്പോഴും ശത്രുവിന്റെ ടാങ്കിന് മുകളിൽ ഒന്ന് വട്ടം ചുറ്റി കൃത്യമായ ദുർബല ഭാഗം ഏതാണെന്ന് ഇതിന്റെ സെൻസറുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറിന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് നേരെ ഇത് ഇടിച്ചിറങ്ങും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ ആ അർത്ഥത്തിൽ ഇത് മികച്ചതാണ്. അപ്പം ഞാനിത് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് മിസൈലുകളുമായിട്ട് ഞാനൊന്ന് താരതമ്യപ്പെടുത്തുകയാണ്. പക്ഷെ റേഞ്ചിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ ജാവലിനും ഇന്ത്യയുടെ ATAGM ഒരേ റേഞ്ചാണ്. 4 കിലോമീറ്ററിലധികം വരുന്ന റേഞ്ച്, 10 കിലോമീറ്റർ റേഞ്ച് ഉള്ളതുണ്ട്, 32 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് വരെയുണ്ട്. പക്ഷെ അത് രണ്ടും മാൻ പോർട്ടബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. അത് രണ്ടും വാഹനങ്ങളെ ഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ സ്പൈക്കിന്റെ തന്നെ ഈ 4.5 കിലോമീറ്റർ റേഞ്ച് വരുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. സ്പൈക്ക് എന്ന് പറയുന്ന ഒരു ഫാമിലി ഓഫ് മിസൈൽസ് ആണ്. അതിൽ നിന്നും പല റേഞ്ചിലുള്ള ഒരുപാട് മിസൈലുകൾ. അപ്പൊ ഇസ്രായേലിന്റെ മിസൈലായ സ്പൈക്ക് ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്ത്യ ധാരാളം ഇസ്രായേലിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ ചെലവേറിയ മിസൈലാണ്. ഇത് അങ്ങനെയല്ല. ഇത് ചെലവ് കുറഞ്ഞ ഒരു മിസൈലാണ്. തദ്ദേശീയമായിട്ടാണ് ഇതിന്റെ ഭാഗങ്ങളെല്ലാം സോഴ്സ് ചെയ്തിരിക്കുന്നത്, പാർട്സ് ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു യുദ്ധസമയത്ത് എത്ര വേണമെങ്കിലും നിർമ്മിച്ചു കൂട്ടാൻ ഇന്ത്യക്ക് സാധിക്കും. ഇതൊരു നമ്മുടെ ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന മിസൈലാണ്. ഇൻഫ്രാറെഡ് സീക്കർ ഉണ്ട്. അതായത് ശത്രുവിന്റെ ടാങ്കിന്റെ ചൂട് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് അവിടെ പോയിട്ട് ഇടിക്കും, അത് ടാർഗറ്റിനെ കണ്ടെത്തും. അപ്പോ ഒരിക്കൽ ഇത് വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ റഡാർ വഴി ഇതിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കും, ആ ടാർഗറ്റ് നിർദ്ദേശം കൊടുത്തിരിക്കും. ആ ടാർഗറ്റിലേക്ക് ഒരിക്കൽ ഈ മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിക്ഷേപിക്കുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. കാരണം പിന്നീട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അതാണ് സീക്കറുകൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് എവിടെ നിന്നാണ് ചൂട് വരുന്നതെന്നുള്ളത് സീക്കർ തിരിച്ചറിഞ്ഞ് സീക്കർ ആ ടാർഗറ്റിലോട്ട് പൊക്കോളും. പിന്നെ മാത്രമല്ല, ഇന്ത്യയുടെ മിസൈലിന് അത് ഡേറ്റ ട്രാൻസ്മിഷൻ ഉണ്ട്, ശക്തിയുണ്ട്, റിയൽ ടൈം
ഡാറ്റ കൺട്രോൾ റൂം ചെയ്യും. അങ്ങനെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട്. ഇലക്ട്രോണിക് വാർഫെയറിനെ കൗണ്ടർ ഇലക്ട്രോണിക് വാർഫെയർ മെഷേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് കശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദികളെ നേരിടാൻ ഇതിന് ടാങ്ക് വിരുദ്ധ വേധ മിസൈൽ എന്ന് പറയുന്നെങ്കിലും ഏത് സാധനവും ഏത് ബങ്കറും തകർക്കാൻ പറ്റും, ഏത് കെട്ടിടത്തിനുള്ളിലേക്കും തുളച്ചു കയറാൻ പറ്റും. കാരണം ടാങ്കിന്റെ ആർമറിനെ തുളച്ചു കയറാൻ പറ്റുന്ന സാധനമാണല്ലോ. ഇത് രണ്ട് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകും ഇതിലെന്നാണ് പറയുന്നത്, വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിലെ സ്ഫോടനത്തിലൂടെ ആർമർ പിയേഴ്സ് ചെയ്യും. സെക്കൻഡ് റൗണ്ടിൽ ഇത് അകത്ത് കയറി ലക്ഷ്യസ്ഥാനത്തെ അതിനുള്ളിൽ കയറി സ്ഫോടനം നടത്തുകയും ചെയ്യും. അപ്പോ അർബൻ വാർഫെയർ എന്ന് പറയുന്ന ആധുനിക യുദ്ധങ്ങളിൽ, തീവ്രവാദ വിരുദ്ധ യുദ്ധങ്ങളിൽ ഇതിന് പ്രസക്തിയുണ്ട്. ഉള്ളപ്പോൾ ഇതിന്റെ പ്രസക്തി ഇതാണ്. അതായത് ഇത് വേറൊരു ലക്ഷ്യത്തിന്, ദീർഘദൂര മിസൈലുകളൊക്കെ തന്നെ നമുക്ക് വലിയ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വ്യക്തികളെ ആക്രമിക്കാൻ, ചില പ്രത്യേക വസ്തുക്കളെ ആക്രമിക്കാൻ, അതുപോലെ ജനങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് പരിമിതമായ കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെ മാത്രം തകർക്കാൻ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗൈഡഡ് മിസൈലാണ്. കാരണം ഇത് ലക്ഷ്യസ്ഥാനം അവിടെ ഇല്ല എന്ന് കണ്ടാൽ ഇത് അവിടെ ഇടിച്ചിറങ്ങാതെ തിരിച്ചു വരികയും ചെയ്യും. അപ്പോ അതാണ് ഗൈഡഡ് മിസൈലുകളുടെ ഒരു പ്രത്യേകത. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആധുനിക കാലത്ത് ഇതിന് പ്രസക്തി ഏറിയിരിക്കുകയാണ്. ഡ്രോണുകളെ പോലെ തന്നെ നിശ്ചയമായിട്ടും ഇതിന് വലിയ പ്രസക്തി ഇന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച മിസൈലുകൾ കൂടി നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ സൈന്യത്തെ സംബന്ധിച്ചും കുറച്ചുകൂടി ആത്മവിശ്വാസം വരികയും പ്രഹരശേഷി വർദ്ധിക്കുകയും ആവശ്യത്തിന് ഒരിക്കലും ആയുധങ്ങളുടെ ഒരു ഷോർട്ടേജ് സൈന്യത്തിന് ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും. അതാണ് ഈ തദ്ദേശീയ മിസൈലിന്റെ ഒരു പ്രത്യേകത. ഇത് വെറും 130 സെന്റിമീറ്റർ മാത്രമാണ് ഇതിന്റെ നീളം. മൊത്തത്തിലുള്ള ഭാരം 25 കിലോയോളം വരും. 14.5 കിലോയാണ് മിസൈലിന്റെ ഭാരം. ബാക്കി വാർഹെഡ് ആണ്. 4 കിലോമീറ്റർ പരമാവധി ദൂരം. ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് സംവിധാനം രാത്രിയിലും പകലും ഒരുപോലെ ഓപ്പറേഷൻ നടത്താൻ പറ്റും. ഈ പരീക്ഷണം തുടങ്ങിയത് 2015-ലാണ്. ഇതുവരെ നിരവധി പരീക്ഷണങ്ങൾ നിരവധി പ്രദേശങ്ങളിൽ, ലഡാക്ക് പോലുള്ള തണുത്ത സ്ഥലങ്ങളിലും രാജസ്ഥാൻ മരുഭൂമിയിലും എല്ലാം തന്നെ ഇത് വിജയകരമായിട്ട് പരീക്ഷിച്ച് ഇതിന്റെ സാങ്കത്യം അല്ലെങ്കിൽ ഇതിന്റെ കാര്യക്ഷമത കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ സൈന്യം പബ്ലിക് ഡൊമൈനിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് സംബന്ധിച്ച വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ കാണാം. എല്ലാവർക്കും നമസ്കാരം.